നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞു, മാം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചു, മാം ഇന്ന് ഈ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഓഫീസിലാണ്. അതെ, മാമിനെ കണ്ടതുപോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എന്നെ ഇങ്ങനെ വിളിച്ചതാണ്. അപ്പം ആ ഫ്രണ്ട് പറഞ്ഞത് വെച്ചാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ മാം ഇല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ആ ടൈറ്റിൽ ഇങ്ങനെ ആസ്വദിച്ചു. കാര്യം എന്താ അറിയാമോ, നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് ഒരു പേര് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം എന്താ അറിയാമോ, നമ്മളൊരു 100 പേരെ എടുത്താലേ 3% ആൾക്കാർക്ക് മാത്രമേ ഗോളൊക്കെ എഴുതി ശീലമുള്ളൂ. 97% ആൾക്കാരും ഈ 3% ആൾക്കാരില്ലേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടി പണിയെടുക്കുക ചെയ്യണേ. കാര്യം അവർക്കുണ്ടല്ലോ ഞാൻ എന്തിനാണ് എണീക്കണത്, എൻ്റെ ലൈഫിൽ എന്താ നേടേണ്ടത് എന്ന് മെജോറിറ്റി ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ വേറെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം അങ്ങ് തീർക്കുക ചെയ്യണേ. അപ്പോൾ നിങ്ങളെ കുറേ ആൾക്കാരെ സക്സസ്ഫുൾ ആക്കാൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനായിട്ട് സഹായിക്കുകയാണ് ഞാൻ ചെയ്യണത്. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ അത്രയധികം ആൾക്കാരെ ഇമ്പാക്റ്റ് ചെയ്യാൻ എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ നടന്നു എന്ന് പറയുമ്പോൾ എന്നും എനിക്ക് ഭയങ്കര സന്തോഷവും എന്താണെന്നൊക്കെ അറിയില്ല, അത്രയും ഒരു സന്തോഷമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ. കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ഗോൾ എഴുതിയാലും ആ ഗോൾ അച്ചീവ് ചെയ്യണ ഒരു സൂപ്പർ പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. എത്ര പേർക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം നിങ്ങൾ എഴുതുന്ന ഗോളുകൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നേടാൻ പറ്റുന്ന ഒരു പോർട്ടൽ, 111 പോർട്ടൽ എന്ന് പറയും. ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. എന്നാണെന്നറിയാമോ, നമ്മൾ നവംബർ 11 ആ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അതിനു മുമ്പ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്താനായിട്ടുള്ള റൈറ്റ് ടൈം റെഡിയായി. കാര്യം എന്താ, നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എൻ്റെ റൈറ്റ് ടൈം വരട്ടെ, റൈറ്റ് ആൾക്കാർ വരട്ടെ, എന്നിട്ട് ഞാൻ തുടങ്ങാം, റൈറ്റ് പ്ലാൻ കിട്ടട്ടെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ കിട്ടിയിട്ട്, പെർഫെക്റ്റ് ആയിട്ടൊരു ജോലി കിട്ടിയിട്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ഒരു പാർട്ണറെ കിട്ടിയിട്ട് ഞാൻ കല്യാണം കഴിക്കാതെ വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഗോളുകളൊക്കെ എന്താ ചെയ്യണേ, നീട്ടി വെച്ച് പോവാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ടുള്ള ഏറ്റവും യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ 111 പോർട്ടൽ. അപ്പോൾ അത് നവംബർ 11 ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം. ഈ ഒരു വീഡിയോയിൽ പറയണ കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയണത് അത്ര അടിപൊളിയായിട്ട് ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിയാലിറ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ചാനൽ നിങ്ങളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാനിഫെസ്റ്റേഷനൊക്കെ പഠിക്കണം, സ്ട്രക്ചേർഡായിട്ട് പോസിറ്റീവായിട്ട് ഹൈ എനർജിയുള്ള ഒരാളായിട്ട് മാറണം, ഹൈലി ഇൻകം ഉള്ള ഒരാളായിട്ട് മാറണം, മൾട്ടിപ്പിൾ ഇൻകം വേണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, മണി ആവാം. ഈ 4ലും നിങ്ങൾക്കൊരു അബണ്ടൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ 1 month പ്രോഗ്രാമിലേക്ക് വരിക. പല ടെക്നിക്കുകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെ ടോക്സിക് ആയിട്ടുള്ള ഫാമിലി ആവാം, സ്ട്രഗ്ലിങ് കരിയർ ആവാം, ഹെൽത്തിലുള്ള പ്രശ്നങ്ങളാവാം, മണി ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജ്. ഏത് ബ്ലോക്കും മാറ്റി നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ലൈവായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ, എന്നിട്ട് ലൈവായിട്ട് ക്ലാസ്സിൽ വന്നോളൂ, ഒരു ദിവസവും കളയാതിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്ക് പോകാം. അപ്പോൾ ഇതിന് മുമ്പൊരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ ചാനൽ എന്തിനു വേണ്ടിയെന്നറിയാമോ, നിങ്ങളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാനും നിങ്ങളുടെ ലൈഫിനെ 10x പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ ഗോൾഡൻ ചാൻസുകൾ നഷ്ടപ്പെടുത്തുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നിട്ട് നേരെ ഒരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് വന്നിരുന്നോളൂ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്താണ് ഈ ഒരു പോർട്ടലിൻ്റെ പ്രത്യേകത, എങ്ങനെ നമ്മൾക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോണത്. ഇതൊരു 5 സ്റ്റെപ്പായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഏത് മാനിഫെസ്റ്റേഷനും നടത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോവേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എന്ത് വേണം എന്ന് നിശ്ചയിക്കാനായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടാവണം. ക്ലിയർ ആണോ? അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് വേണം,
1,00,000 രൂപയുടെ സാലറി ആണോ, 5,00,000 രൂപയുടെ സാലറി ആണോ, 1 കോടി ഒരു വർഷം ഉണ്ടാക്കണം, എന്തോ ആവട്ടെ. കാരണം ഈ യൂണിവേഴ്സിൽ ഒന്നിനും ഒരു കുറവുമില്ല, എല്ലാം സുലഭമായിട്ടുണ്ട്. ആകെ കുറവ് എവിടെയുള്ളത്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആ ലിമിറ്റഡ് ബിലീവ്സിനെയൊക്കെ ഫുള്ളായിട്ട് കളയാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും അതിനെ നേടാനുമുള്ള സുവർണ അവസരമാണ് ഈ ഒരു പ്രാക്ടീസ്. അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യണേന്ന് അറിയാമോ? ഇത് നവംബർ 10-ാം തീയതിയാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. നവംബർ 11-നാണ് ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആവണമെങ്കിൽ പോലും നവംബർ 10-ന് നമ്മൾ തുടങ്ങും. അപ്പം നവംബർ 10 ശരിക്കും പകൽ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു നല്ല ചില്ല് ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഒരു ഫുൾ നിറച്ച് ഒരു വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ കല്ലുപ്പോ ഹിമാലയൻ സോൾട്ടോ എടുക്കുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടേബിൾ സോൾട്ടൊന്നും എടുക്കരുത്, നാച്ചുറൽ ഉപ്പുകൾ എടുക്കണം. എന്നിട്ട് ഈ ഒരു ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടൊക്കെ റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തോട് നമ്മളുടെ നെഗറ്റീവായിട്ട് ലിമിറ്റഡ് തോട്ട്സ് ഒത്തിരി ഉണ്ടല്ലോ. ചില ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര പേടിയാണ്, ഇത്ര കടം വന്നിട്ട് പ്രശ്നം വന്നേക്കുവാണ്, എൻ്റെ വീട് ജപ്തിയാവും, അല്ലെങ്കിൽ ഈ ജോലി ഒരു ഗ്രോത്ത് ഇല്ലാതെ പോവുകയാണ്, ഇത് വിട്ടാൽ ഞാൻ എങ്ങനെ ഒരു ലോൺ അടയ്ക്കും, ഇങ്ങനെ പല പല പ്രശ്നം ഉണ്ടാവും. എൻ്റെ ഹസ്ബൻഡ് വളരെ ടോക്സിക്കാണ്, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വന്ന ലിമിറ്റഡ് ബിലീഫ്സ് ഉണ്ടാവും, നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാത്ത പല ലിമിറ്റഡ് ബിലീഫ്സും. ഈ ലിമിറ്റഡ് ബിലീഫ്സിനെല്ലാം നമ്മൾ ഈ വെള്ളത്തോട് സംസാരിക്കാം. നമുക്ക് എന്താണോ വന്ന ചിന്തകൾ അതെല്ലാം നമ്മളെങ്ങനെ പറയുക. ചില ആൾക്കാർ പറയും എൻ്റെ ബിസിനസ് ഗതിയെ പിടിക്കണില്ല, ഈ ബിസിനസ് വെച്ച് ഞാൻ എങ്ങനെ കുടുംബം പുലർത്തും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് എന്താവട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് രോഗമുള്ളതാവാം, എനിത്തിങ് നിങ്ങൾക്ക് എന്ത് നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്ലാസ്സിനോട് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് പേപ്പർ എടുക്കുക, ഒരു അത്യാവശ്യം ഒരു കട്ട് ചെയ്തൊരു കുഞ്ഞ് പേപ്പർ എടുക്കുക, അതിലേക്ക് നിങ്ങളുടെ പേര് എഴുതുക. ഈ പേര് എഴുതിയിട്ട് ആ പേപ്പർ നിങ്ങൾ ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടുക. അപ്പം എന്താ നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് എനർജിയാണ്. അപ്പം നമ്മൾ ഈ ഒരു പേപ്പർ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ പേരും ഇതും കൂടി ഒന്ന് കണക്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഇതൊരു റിച്വലാണ്, അത് നമ്മളൊരു ശുദ്ധീകരണമാണ് ചെയ്യുന്നത്. സരി, നമ്മളുടെ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുകയാണ് ഈ ഒരു പ്രോസസ്സ് വഴി. അപ്പം നമ്മളതിനെ പുറത്തേക്ക് വിടാൻ റെഡി ആവുകയാണ്. വൈകുന്നേരം ഒരു വീടൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടുമല്ലോ, അകത്ത് കയറുമല്ലോ, എന്നിട്ട് നമ്മളുടെ സ്ഥിരം പരിപാടി ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോകുമല്ലോ വീടൊക്കെ അടച്ചിട്ട്. അപ്പോൾ ഈ അടയ്ക്കാൻ പോണതിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ഈ ഒരു വെള്ളം കൊണ്ടുപോയിട്ട് നിങ്ങൾ ഡ്രെയിനേജിലോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ട് ഒഴിച്ച് കളയുക, വീടിൻ്റെ പുറത്ത് കൊണ്ട് ഒഴിച്ച് കളയുക. ഒഴിച്ച് കളഞ്ഞിട്ട് ആ പേപ്പർ എടുക്കുക. ആ പേപ്പർ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ചെടിച്ചട്ടിയുടെ ഇതിലേക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫീൽ ചെയ്യണം, നമ്മൾക്ക് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ്സും പോയി കഴിഞ്ഞു. ക്ലിയർ ആണോ? നമ്മൾ ശുദ്ധീകരിച്ചേക്കാണ്. നമ്മളിപ്പോൾ 100% പോസിറ്റീവാണ്. ഇനി നമ്മുടെ ലൈഫിൽ എന്തും നേടാനുള്ള മാജിക്കൽ പവർ നമ്മൾ റീഗെയിൻ ചെയ്തു കഴിഞ്ഞു. സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത്യാവശ്യം ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ പേപ്പറും പേനയൊക്കെ എടുത്തൊരു മെഴുതിയൊക്കെ കത്തിച്ച് വെച്ച് ചുമ്മാ അങ്ങോട്ട് ഇരിക്കുക. വളരെ റിലാക്സ് ചെയ്തിട്ട് നമ്മളിരിക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 89 ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസിയിലുള്ള ശരിക്കും മ്യൂസിക് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പിൽ 89 റുപ്പീസിൻ്റെ മെമ്പർഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീക്വൻസി വൈബ്രേഷനുള്ളൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കൊക്കെ ഒന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങളുടെ ഗോളുകൾ എഴുതുക. ഈ ഒരു പ്രാക്ടീസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ 3 ഗോളുകൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു 3 ഗോള് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ ഓരോ ഗോളും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൂപ്പറായിട്ട് നിങ്ങളുടെ കല്യാണം നടത്തണമെന്നായിരിക്കും. അതായത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ വെഡ്ഡിങ് ആണ് നിങ്ങളുടെ ഇപ്പോൾ ഉള്ളൊരു ഗോള്. അതിപ്പോൾ ഡിസംബറിലാണ് കല്യാണം നടത്തേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ആ ഡേ ഉണ്ടല്ലോ എത്ര അടിപൊളിയായിട്ടാണ് നടക്കണത് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ വൈഫിൻ്റെ വീട്ടുകാർ, നിങ്ങളുടെ സ്വന്തം വീട്ടുകാർ എല്ലാവരും ഈ വെഡ്ഡിങ് കഴിയുമ്പോഴത്തേക്കോട് പറയാണ്, എടാ ഇത്ര സൂപ്പറായിട്ട് നീ എൻ്റെ കല്യാണം ഞാൻ അടുത്ത കാലത്തൊന്നും പങ്കെടുത്തിട്ടില്ല കേട്ടോ, അത്ര സൂപ്പറായിരുന്നു. ആ ഒരു എൻഡ് റിസൾട്ട് ഇങ്ങനെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുക. എല്ലാവരും ബ്ലെസ് ചെയ്യണു, ഏറ്റവും നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കണു. ഇങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൊസിഷൻ ആവാം, ചിലപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ കിട്ടുന്ന ഒരു ഗ്രോത്ത് ആവാം, ചിലപ്പോൾ നമ്മളുടെ
ബ്ലഡ് റിസൾട്ട് ആവാം, എനിത്തിങ്. എന്താണോ നമ്മൾക്ക് വേണ്ടത് ആ ഒരു എൻഡ് റിസൾട്ട്, നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ള എൻഡ് റിസൾട്ട് നമ്മൾ മനസ്സിൽ കാണാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. നമ്മൾ ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും അല്ലേ? ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മളുടെ ഒരു അകത്തു നിന്നൊക്കെ ഇങ്ങോട്ട് രോമാഞ്ചവും, ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. ആ സന്തോഷമൊക്കെ അനുഭവിച്ചിട്ട് നേരെ അത് കിട്ടിയതിന് യൂണിവേഴ്സിനുണ്ടല്ലോ നന്ദി എഴുതുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായി നടത്തി തന്നതിന് ആ ഒരു അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് അങ്ങ് പേപ്പറൊക്കെ അടക്കി വെച്ച്, ബുക്കൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ ആ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങുക. ഈ തലയണയിലേക്ക് പോയി കിടക്കില്ലേ, കിടക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പം തന്നെ ഫോൺ കൊണ്ട് വേറെ മുറി വെക്കണം കേട്ടോ. കാര്യം ഇനി ഈ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു 1 hour മുമ്പ് നമ്മൾ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ നിന്ന് പുറത്തു കിടക്കണം. അപ്പം നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിന് സൈലൻസ് കൊണ്ടുവരാനും ആ ഗോളിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനും ഒക്കെ ഈ ഒരു കാര്യം, ഈ ഒരു 1 hour നമ്മളെ സഹായിക്കും. കാര്യം 8 മണിക്ക് നിങ്ങൾ ഇതൊക്കെ കളഞ്ഞിട്ട് വന്നേക്കാണ്. പിന്നെ നിങ്ങൾ ഫോണിലേക്ക് പിടിക്കാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ ആ ഗോൾ അച്ചീവ് ചെയ്ത സന്തോഷമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ട് വേണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഈവൻ നമ്മൾ കിടക്കാൻ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലൈഫില്ലേ, അതൊരു സിനിമ കാണുന്ന പോലെ കണ്ടിട്ടങ്ങ് ഉറങ്ങുക. ക്ലിയർ ആണോ? പിന്നെ രാവിലെ എണീക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് രാവിലെ തന്നെ ബേസ് ചെയ്യുക. നമ്മൾ ഇന്ന് എണീറ്റേക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? 11 പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയത് എന്തിനാ? നമ്മളെ നെഗറ്റീവ്സ് മുഴുവൻ പോയി. ഇന്ന് വളരെ പോസിറ്റീവാണ്. ഇന്ന് 24 മണിക്കൂറിലേക്ക്, ഇന്നലെ രാത്രി തൊട്ട് ഇനി ഈ ഒരു 11-ാം തീയതി നാളെ രാവിലെ വരെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ പോലും നമ്മൾ സംസാരിക്കില്ല, ചിന്തിക്കില്ല, ഒന്നുമില്ല. എന്ത് തോട്ട്സ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ കൊടുക്കും. നമ്മളുടെ ആ ഒരു എൻഡ് റിസൾട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. ക്ലിയർ ആണല്ലോ? എന്നിട്ട് രാവിലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇത് ഈ ഒരു കാര്യം നടന്നതിന്, നമ്മുടെ ഗോള് അച്ചീവ് ചെയ്തതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? രാവിലെ ശരിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യണം. അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഏത് അഫർമേഷനും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ നടന്നതായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആകാവുള്ളൂ. ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒരു സാധനവും ആ സ്റ്റേറ്റ്മെൻറ്റിൽ വരാൻ പാടില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എന്താ ചെയ്യുക? പ്രപഞ്ചമേ, എൻ്റെ സ്വപ്ന ജീവിതം എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് നന്ദി. ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞത്. കാര്യം നമ്മുടെ തലയ്ക്ക് ഒന്ന് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. എനിക്ക് 2 കോടി രൂപ വർഷം വരുമാനം കിട്ടിയതിന് പ്രപഞ്ചമേ നന്ദി. എൻ്റെ ആ മാജിക്കൽ ലിവിങ് എനിക്ക് ജീവിക്കാൻ പറ്റണതിന് നന്ദി. അപ്പോൾ 10 lakhs ആണോ, 50 lakhs ആണോ, 1 crore ആണോ, 10 crore ആണോ, നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നടന്നതായിട്ട് പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 3ാമത്തെ സ്റ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ബുക്ക് എടുക്കുക. ഈ ബുക്ക് എടുത്തിട്ട് ഒരു ഗോള് നമ്മൾ എഴുതേണ്ടത്, നമ്മൾ ആദ്യത്തെ ഗോൾ എടുക്കുക, 11 times നമ്മളത് നടന്നതായിട്ട് എഴുതുക. ആ ഗോൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ എഴുതുക. എഗെയിൻ നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ പോർട്ടലിൻ്റെ പ്രത്യേകത, നമുക്ക് 3 ഗോളുകൾ എഴുതാം. പക്ഷെ 3 ഗോളുകൾ എഴുതുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഓരോ ഗോളും 11 times വെച്ച് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ, അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ 11 times ഒരു ഗോള്, 11 times രണ്ടാമത്തെ ഗോള്, 11 times മൂന്നാമത്തെ ഗോള്, അപ്പം 33 times എഴുതേണ്ടി വരും. അപ്പോൾ ഇത് കഴിഞ്ഞു, നമ്മൾക്ക് അതങ്ങ് വിട്ടേക്കാം. പ്രസൻറ്റ് ടെൻസിൽ പോസിറ്റീവായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. എഴുതുമ്പോഴൊക്കെ നമ്മളതിങ്ങനെ എൻഡ് റിസൾട്ടൊക്കെ ഫീൽ ചെയ്തു. 4ാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാൻ പോണതിന് മുമ്പ് നമ്മളൊരു 10 മണിക്ക് മുമ്പ്, ഇപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് എഴുതേണ്ടത് ഒന്നുമില്ലെങ്കിൽ രാവിലെ 11 എഴുതാം, അല്ലെങ്കിൽ രാത്രി 11 എഴുതാം. വേണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു സമയം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എഴുതാം, ആ ഡേയിൽ ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇതാണ് അതിൻ്റെ ക്ലാരിറ്റി. എഗെയിൻ 4ാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിടന്നുറങ്ങാൻ പോണതിന് മുമ്പ് വിഷ്വലൈസ് ചെയ്യുക. ഈ ഒരു എൻഡ് റിസൾട്ട് കിട്ടിയ ആ കാര്യം ഒന്നുകൂടി ആ സിനിമയെ കാണാൻ തുടങ്ങുക. അപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മളിതിങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? പെട്ടെന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുക ചെയ്യണേ.
ഈ ഒരു സിനിമ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡും കൊടുക്കുക. അത് ഇന്നത്തെ ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ബേസ് ചെയ്യുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര സിമ്പിളാണ്. കാര്യം ഒരു ദിവസം എഴുതിയാൽ മതി. ഭയങ്കര ക്വിക്കായിട്ട് നടക്കുന്ന ഒരു പോർട്ടലാണ്. അധികം സാധാരണ ഞാൻ പറയില്ലേ 5 days എഴുതണം, 21 days എഴുതണം, ഇങ്ങനെ നിങ്ങളെ ഒത്തിരി വലപ്പിക്കാറുണ്ട്. ഇന്നത്തെ പോർട്ടലുണ്ടല്ലോ മടിയന്മാർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ വേഗം പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് എഴുതാൻ റെഡി ആക്കിയുള്ളൂ. കാര്യം എന്താ അറിയാമോ, ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ലൈഫ് മാജിക്കലി മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതുന്ന ഓരോ കാര്യങ്ങളും, എൻ്റെ വിഷൻ ബോർഡ്സ് എന്താണോ അത് ഇന്ന് എൻ്റെ കറണ്ട് റിയാലിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മടിയന്മാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് 1111. കാര്യം വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരോട് ഞാൻ പറയുവേ, എങ്ങനെ ജീവിതത്തിൽ കോടീശ്വരനാവാം, ഇങ്ങനെയൊക്കെ സംശയമുള്ളവന്മാർ ആരും ഇതിലേക്ക് പോകണ്ട, ഞാൻ അതിന് എന്ത് ചെയ്യാനാണ്. പക്ഷെ ലോജിക്കലല്ല, മാജിക്കലി വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ഒരു സാധാരണ ജീവിതമല്ല, എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ് എന്ന്, അല്ലെങ്കിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാൻ വരിക. എഗെയിൻ രാവിലെ 12 മണി, അപ്പോൾ രാത്രി കിടക്കാൻ പോണതിന് മുമ്പ് വീണ്ടും നമ്മളുടെ ഈ ഒരു ഇന്നലെ പറഞ്ഞു തന്നല്ലോ, വിഷ്വലൈസ് ചെയ്യുക, എൻഡ് റിസൾട്ട് കാണുക, നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങുക. കാര്യം എന്താ, നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവനും യാഥാർത്ഥ്യമായി ആ ഒരു ഫീലിങ്ങിൽ കിടന്നുറങ്ങുക. 12-ാം തീയതി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടേ, നമ്മൾക്ക് ഇന്നലത്തെ ദിവസം എന്തായിരുന്നു, ഫുൾ പോസിറ്റീവ് ഡേ ആയിരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, നമ്മളുടെ ജീവിതത്തിൽ ലോട്ടറി അടിച്ച ദിവസമായിരുന്നു. കാര്യം എന്താ, ഗോളൊക്കെ അച്ചീവായി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് കാര്യം. നമ്മൾ ഇന്നത്തെ ഒരു ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു വേൾഡിലേക്കാണ്, പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്കാണ് നമ്മൾ ഉയർന്നു വന്നേക്കുന്നത്. എന്താണോ നമ്മൾ ആഗ്രഹിച്ച ഫ്യൂച്ചർ ഐഡൻറ്റിറ്റിയിലാണ് നമ്മൾ ഇന്ന് എണീറ്റേക്കണേ. അപ്പം നമ്മൾക്ക് ആ ഒരു പുതിയ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്. പക്ഷെ ആ കാത്തിരിപ്പ് ഇന്ന് നടന്നേക്കുവാണ്. അപ്പോൾ ആ ഗോൾ നടന്നതിന് വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, സന്തോഷം ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഓരോ പ്രാക്ടീസും ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ മെഡിറ്റേഷൻ ഓരോ ദിവസം, ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എവറി ഡേ മെഡിറ്റേഷനാണ്. അപ്പം 365 ദിവസവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഗുണം എന്ന് അറിയാമോ, ഓവർ തിങ്കിങ് ഇല്ല. ഈ പ്രാക്ടീസുകൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യണേ. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു 10-28 രാജ്യത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഭയങ്കര ഹൈ എനർജിയിലുള്ള ഹൈ വൈബ്രേഷനുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താവും, നമ്മൾ അവരെ പോലെയാവും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ആ ഒരു സന്തോഷവും ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഐശ്വര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ, വളരെ പെട്ടെന്ന് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യണേ. ഒന്നിനും പുറകെ നടക്കേണ്ടി വരില്ല, എല്ലാം നാച്ചുറലി നമ്മളിലേക്ക് വരുക ചെയ്യണേ. അപ്പോൾ 12-ാം തീയതി രാവിലെ എന്താ വിചാരിക്കണേ, എൻ്റെ ഗോൾ എല്ലാം നടന്നു കഴിഞ്ഞു, അതിന് പ്രപഞ്ചത്തിന് നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോ നല്ല മനുഷ്യർക്കും നന്ദി, ആ റൈറ്റ് സന്ദർഭങ്ങൾ എനിക്ക് തന്ന ഓരോ മനുഷ്യർക്കും. ഇങ്ങനെ ഓരോന്നും അത്ര മസാല ചേർത്ത് എഴുതാൻ പറ്റുമോ അത്രയും മസാല കൊടുത്തിട്ട് എഴുതുക. പിന്നെ എന്താ ചെയ്യണ്ടേ, ഈ ഒരു ഗോളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക. കാര്യം എന്താ, നമ്മൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, നമ്മളുടെ 100% നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ നമ്മൾക്ക് അയ്യോ ഇങ്ങനെ നമ്മളൊരു ചട്ടിയിൽ കൊണ്ട് വിത്തൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടല്ലോ, വെള്ളമൊഴിക്കും, ഇത് ചെയ്യും, 2 ദിവസം കഴിയുമ്പോൾ മുള വന്നില്ല, മാന്തും, വിത്തെടുക്കും, നോക്കും, പിന്നെയും കൊണ്ടിടും, പിന്നെ ഇടും, ഇങ്ങനെയൊന്നും നടക്കില്ല. അപ്പം നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാവണം, എൻ്റെ ഡിവൈൻ ടൈമിങ്ങിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ദൈവത്തിന്, എൻ്റെ പ്രപഞ്ചത്തിന് എന്തും ഈ ഒരു നിമിഷം സാധ്യമാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എത്ര പോസിബിൾ അല്ലാത്ത, എത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും പ്രപഞ്ചത്തിന് ദാറ്റ് ഈസ് പോസിബിൾ. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ആക്ഷനിലേക്ക് പോവുക, പോസിറ്റീവായിട്ടിരിക്കുക. ഈ പ്രാക്ടീസുകൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റുക. എന്തായാലും നിങ്ങളുടെ ഈ ഗോളൊക്കെ നടന്നിട്ടുണ്ടാവും. നടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മളുടെ ഓൾമോസ്റ്റ് ചാനലിൽ വരിക, ഒന്ന് റീവിസിറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ, എന്നിട്ട് അങ്ങ് എഴുതുക. കാരണം എന്താ അറിയാമോ, ഈ ലോകത്തിൽ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. നമ്മൾ എപ്പോഴും പറയണത് എന്താ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എൻ്റെ വീട്ടിൽ ഭയങ്കര നെഗറ്റീവാന്നൊക്കെ പറയുക. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ മറക്കരുത്. കാര്യം ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക, മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ സഹായിക്കുന്ന ആൾക്കാരെ മറക്കാൻ പാടില്ല.
പിന്നെ നമുക്ക് ഉള്ളതിന് നന്ദി കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ എന്ത് കിട്ടിയാലും, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാലും, ഒരു കിടന്നുറങ്ങാനായിട്ടൊരു ചായ്പ് കിട്ടിയാലും അതിന് നമ്മൾ നന്ദി പറയണം. അതില്ലാത്ത എത്ര അധികം ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. അല്ലെങ്കിൽ ഒരു ദിവസം കാണാൻ പറ്റുന്നു, എത്ര പേർക്ക് ഇന്നത്തെ ദിവസം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളതിന് നന്ദി കൊടുക്കുമ്പോൾ ദൈവം ആ ഉള്ളവന് പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. നന്ദി ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൂടി ആർക്ക് കൊടുക്കും? നന്ദിയുള്ളവന് കൊടുക്കും. അപ്പോൾ ജീവിതത്തിൽ മാജിക്കലി ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പുഴയെ പോലെ ഒഴുകാനും നമ്മുടെ ലൈഫിൽ എന്തും നേടാനായിട്ടുള്ള കപ്പാസിറ്റിയാണ് മാനിഫെസ്റ്റേഷൻ പവർ വഴി നമുക്ക് പറ്റണത്. ഒരു ഓർഡിനറി ലൈഫല്ല, ഒരു മാസീവ് സക്സസ് ഉള്ള എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചാൽ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഓരോ വീഡിയോയ്ക്കും നല്ല എഫേർട്ടുണ്ട്. നിങ്ങളുടെ ഗോളുകൾ നേടാൻ, നിങ്ങളെ മാജിക്കലി രക്ഷപ്പെടുത്താനാണ് എൻ്റെ ശ്രമം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻ്റ് ഒന്നും പറയാൻ മറക്കരുത്. ഇന്ന് ഞാൻ ഉടുത്തേക്കുന്ന ഒരു മെറൂൺ കളർ സാരിയാണ്. ആ സാരിയിൽ എന്നെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 20 വർഷം മുമ്പുള്ളൊരു ഗാർനെറ്റ് നെക്ലസ് ആണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പഴയ കളക്ഷൻസാണ്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഓരോ വീഡിയോ എടുക്കാനായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും നിങ്ങളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമ്പോഴേ നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാരാണെന്ന് അത്രയും തോന്നാറുണ്ട്. കാര്യം എന്താ അറിയാമോ, നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും വായിക്കുമ്പോൾ, ആ പോസിറ്റീവ് കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സ്നേഹത്തിന്, സപ്പോർട്ടിന് നന്ദി. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ ഒരു ചാനൽ അയച്ചു കൊടുക്കുക. കാര്യം എന്താ, അവരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടെന്നേ എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വരുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത്, ആ സ്വപ്ന തുല്യമായിട്ടുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും കിട്ടുമ്പോൾ, നമ്മൾക്ക് കിട്ടുന്ന ജീവിതം തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ, അവരുടെ ലൈഫിൻ്റെ ഒരു സക്സസ്സിന് കാരണമാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് 1000 ടൈംസ് ബ്ലെസ്സിങ്സ് കടന്നു വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ.